ഇനി നമ്മുടെ ഹൗസിലെ ആക്ടിവിറ്റീസ് തകർക്കും പൊളിക്കും കൊഴുക്കും. എന്താന്ന് വെച്ചാലല്ലേ, ഒരാൾക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ ഹൗസിലെ ഹൗസ് മേറ്റ്സ് എല്ലാം. ആരായിരിക്കും? നമ്മുടെ ഹൗസ് മേറ്റ്സിൻ്റെ ഒക്കെ ഫേസിലുള്ളൊരു ഹാപ്പിനെസ് നിങ്ങൾ കണ്ടോ? നമ്മുടെ ഹൗസിലേക്ക് നമ്മുടെ താരം, സൂപ്പർ താരം നമ്മുടെ റിയാസാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൗസിൽ റിയാസ് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള കളികൾ വേറെയാണ് മോനെ. കളികൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഇനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഹൗസ് മേറ്റ്സും നമ്മുടെ വൈൽഡ് കാർഡ്സും തമ്മിൽ. അപ്പോൾ നമ്മുടെ റിയാസാണ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. റിയാസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഹൗസ് മേറ്റ്സിൻ്റെ ഒക്കെ ഹാപ്പിനെസ് കണ്ടോ? കൈകൊട്ടിയാണ് എല്ലാവരും റിയാസിനെ വെൽക്കം ചെയ്യുന്നത്. റിയാസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഐശ്വര്യമല്ലേ. വളരെ ആക്റ്റീവും സൂപ്പർ ക്യൂട്ട് പോലെയല്ല, വായിൽ നിന്ന് വരുന്നതൊന്നും ഒട്ടും അത്ര നല്ല ക്യൂട്ടൊന്നും ആവില്ല. നമ്മുടെ ഹൗസ് മേറ്റ്സിന് ഇപ്പോൾ അത്ര നല്ല ക്യൂട്ടായിട്ടുള്ള സംസാരമല്ല വേണ്ടതല്ലോ. ഇവരുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന സംസാരവും പ്രവൃത്തികളും തന്നെ ചെയ്യുന്ന ഒരു വയൽക്കാട്ടിനെയാണ് നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ മത്സരാർത്ഥികൾക്ക് കൂടെ നിന്ന് കട്ടയ്ക്ക് മത്സരിച്ച് മുന്നേറാനുള്ള ഒരു വയൽക്കാട്ടിനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസും നമ്മുടെ ക്രൂവും എല്ലാം കൂടി കൊണ്ടുവന്നിരിക്കുന്ന എന്തായാലും ആ ഒരു പുതിയ അതിഥി ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകൾ നോക്കിയാൽ അറിയാം. എല്ലാവരെയും വിറപ്പിച്ച് ഒരു കണ്ടസ്റ്റൻറ്റിനെ ആക്റ്റീവായിട്ട് കപ്പടിക്കുന്ന വരെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കിയ ഒരു കണ്ടസ്റ്റൻ്റാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പ്ലെയറാണ് നമ്മുടെ റിയാസ്. അപ്പോൾ റിയാസ് വന്നു ഹൗസിൽ. ഇനി ഹൗസിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്താ ഇനി നെക്സ്റ്റ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. എന്തായാലും പുള്ളി ആദ്യം തന്നെ നോട്ടമിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെ തന്നെയാണ്. വന്ന പാടെ നമ്മുടെ ലക്ഷ്മിക്കിട്ടാണ് അളിയൻ പണി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ലക്ഷ്മീനെ നന്നായിട്ടൊന്ന് കളി പഠിപ്പിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.